ചെയ്യുമെന്ന് പഠിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അള്ളാഹു ഈ ദുന്യാവിന്റെ സൃഷ്ടാവ്, ഈ ദുന്യാവിനെ സൃഷ്ടിച്ച അള്ളാഹ് നമുക്ക് മനസ്സിലാക്കി തരികയാണ് എന്താണ് ദുന്യാവ്. യഅലമു അന്നമൽ ഹയാത്തി ദുന്യ, നിങ്ങൾ അറിഞ്ഞുകൊള്ളേ ദുന്യാവിലെ ജീവിതം എന്താണ്. അതെന്താണ്? കളിയാണ്, ചിരിയാണ്, വഞ്ചനയാണ്. ലൈബും ലഹുവും വസീനത്തുൻ, അത് അലങ്കാരാണ്, പരസ്പരം പെരുമ നടിക്കലാണ്, പൊങ്ങച്ചം നടിക്കലാണ്. ദുന്യാവിൽ അള്ളാഹ് പരിചയപ്പെടുത്തി തരികയാണ്. ഒരായത്തിൽ അള്ളാഹ് പറയാണ്, ആരെങ്കിലും ദുന്യാവിന്റെ ജീവിതത്തെ ലക്ഷ്യമാക്കി, ദുന്യാവിന്റെ ജീവിതത്തെയും അതിന്റെ അലങ്കാരത്തെയും ആരെങ്കിലും മൻകാന യുരീദുൽ ഹയാത്ത ദുന്യ വസീനത, ആരെങ്കിലും ദുന്യാവിന്റെ ജീവിതത്തെയും അതിന്റെ അലങ്കാരത്തെയും ലക്ഷ്യമാക്കിയോ അവൻക്ക് അല്ലാഹ് പറഞ്ഞു ഇല്ലന്നാർ, നരകമല്ലാതെ അവൻക്ക് പ്രതിഫലമില്ല എന്നാ പറഞ്ഞ ബഹുമാനികളെ. ഏത് ദുന്യാവ്? നമ്മൾ രാവും പകലും ഓടിക്കൊണ്ടിരിക്കുന്ന ദുന്യാവ്. അതിന്റെ ബഹുമാനികളെ, ദുന്യാവും നമ്മളുള്ള ബന്ധം, ദുന്യാവ് അതൊരു ആവശ്യമാണ്, അതെല്ലാം നമ്മളെ ലക്ഷ്യം. അത് നമ്മൾ ഏതുപോലെ കാണണം? ദുന്യാവിനെ നമ്മൾ കാണേണ്ടത് ഏതുപോലെയാണ്? ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന ഒരു സാധനമായിട്ട് കാണണം. ഉലമാക്കൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഒരു കപ്പല്, ആ കപ്പൽ ഓടാൻ വെള്ളം ആവശ്യമാണ്. പക്ഷെ കപ്പലിൽ വെള്ളം കയറിയാലോ കപ്പൽ മുങ്ങും. ഇതേപോലെയാണ് കപ്പൽ ഓടാൻ വെള്ളം ആവശ്യമായതുപോലെ ആഖിറത്തിലേക്ക് എത്താൻ ദുന്യാവ് ആവശ്യമാണ്, വീട് ആവശ്യമാണ്, കുടുംബം ആവശ്യമാണ്, ജോലി ഏർപ്പാടുകൾ ആവശ്യമാണ്. പക്ഷെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് ബഹുമാനികളെ, നമുക്ക് അല്ലാഹു ഒരു കുറഞ്ഞ സമയം നമ്മുടെ ഈമാനും അമലുസ്വാലിഹാത്തും അതുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈമാനും അമലുസ്വാലിഹാത്തും നന്നാവാൻ വേണ്ടി ഒരു അവസരം തന്നിരിക്കുകയാണ്. ഒന്ന് ചേർന്നിരുന്നോളൂ ഇൻഷാ അല്ലാഹ്. എന്താണ്? നമ്മളെ ഈമാനും നമ്മളെ അമലുകളും നന്നാക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് രണ്ടും അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോളി. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള രണ്ട് സാധനമാണ് ഈമാനും അമലു സ്വാലിഹാത്തും. അള്ളാന്റെ മുഴുവൻ വാഗ്ദാനങ്ങൾ ഈമാനും അമലു സ്വാലിഹാത്തിന്റെ മുകളിലാണ്.
അള്ളാഹ് പരിശുദ്ധ ഖുർആൻ ആശയത്തിൽ വരുന്നുണ്ട്, അള്ളാഹു ഈമാൻ അമലുസ്വാലിഹാത്തുള്ള ആളുകൾക്ക് അള്ളാഹിന്റെ വാഅദയാണ്, വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലുസ്വാലിഹാത്ത്. എന്താണ് അവർക്കുള്ള വാഗ്ദാനം? അവർക്കുള്ള വാഗ്ദാനാണ് അവർക്ക് ഫലനുഹിയന്നക്കും ഹയാത്തൻ ത്വയ്യിബ, അവരുടെ ജീവിതം ചെയ്യും അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി കൊടുക്കും, നല്ല ജീവിതം കൊടുക്കും. അള്ളാഹ് പറയണം നല്ല ജീവിതം കൊടുക്കും അവർക്ക്. മാത്രമല്ല ആഖിറത്തിൽ വലിയ പ്രതിഫലമുണ്ട്. ഇനി ആരെങ്കിലും ഈമാനും അമലുസ്വാലിഹാത്തും സമ്പാദിക്കാത്ത ജീവിതമാണെങ്കിൽ, അള്ളാഹുവിനെ മറന്നിട്ടുള്ള ജീവിതമാണെങ്കിൽ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക, ഓന്റെ ഉപജീവനത്തിന്റെ വഴികൾ അള്ളാഹ് കൊടുക്കും. മഈശത്തിന്റെ വഴികൾ അള്ളാഹ് കൊടുക്കുന്നു മാത്രമല്ല, നാളെ ആഖിറത്തിൽ അള്ളാഹ് അവനെ അന്ധനായിട്ടാണ് ബഹുമാനികളെ കൊണ്ടുവരിക. ഓൻ ചോദിക്കും, റബ്ബേ എന്ത് പറ്റി? ഞാൻ ദുനിയാവിൽ കാഴ്ചയുള്ളവനായിരുന്നല്ലോ, ഇന്ന് എനിക്ക് എന്തുകൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹ് പറയും, ദുനിയാവിൽ നീ എന്നെ മറന്നു, എന്റെ ദീൻ മറന്നു, അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെയും മറന്നു. അള്ളാഹ് നമ്മളെ കാക്കട്ടെ ബഹുമാനികളെ. അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈമാനും അമലു സ്വാലിഹാത്തുമാണ്. ഇത് നന്നാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? എന്ത് ചെയ്തു? നമ്മളെ ഈമാനും അമലു സ്വാലിഹാത്തും നന്നാക്കാൻ വേണ്ടി ബഹുമാനികൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതേസമയം നമ്മളെ വീട് നന്നാക്കാൻ വേണ്ടി നമ്മൾ പണിയെടുത്തിട്ടുണ്ട്, നമ്മളെ വസ്ത്രം നന്നാക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട്, നമ്മളെ കുടുംബം നന്നാവാൻ വേണ്ടി നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട്, നമ്മളെ വാഹനം നന്നാവാൻ വേണ്ടി നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം വേണ്ടി നമ്മളെ കച്ചവടം നന്നാവാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഈമാനും അമലുസ്വാലിഹാത്തും നന്നാവാൻ വേണ്ടി എന്ത് ചെയ്തു? ബഹുമാനികൾ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ മുഴുവൻ വാഗ്ദാനങ്ങൾ അതിന്റെ പിന്നിലാണ്. എത്രത്തോളം നമ്മൾ നന്നാവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ജീവിതം, കുടുംബം, കച്ചവടം, ഏർപ്പാടുകളുടെ അതിന്റെ വാഗ്ദാനം വരെ എന്തിനാണ്? ദീനിലാണ് ബഹുമാനികളെ. അതുകൊണ്ട് ഈമാൻ അമലുസ്വാലിഹാത്ത് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പരിശ്രമിച്ചിട്ടില്ല. ബഹുമാനികളെ, നമ്മളുടെ ഈ കൂടലുകൾ, ഈ സംസാരങ്ങൾ, ഈ ജോഡികൾ, ഈ മഷൂറകൾ എന്തിനാണ്? നമ്മളെ ഈ ഒരു പരിശ്രമത്തിലേക്ക്, ഏത് പരിശ്രമത്തിലേക്ക്? സ്വന്തം ഈമാനും അമാലുകളും യഖീനും ശരിയാക്കി തീർക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തെ ഇത് മനസ്സിലാക്കി കൊടുക്കാനും ഇത് പരിശീലിക്കാനും ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടൽ. സംസാരം കേട്ട് മാഷാ അല്ലാഹ് നല്ല സംസാരം, നല്ല പരിപാടി, നല്ല പള്ളി, എത്രയും ഫാനിടെ, അതല്ല ബഹുമാനികളെ. നമ്മൾ ഓരോരുത്തരും ജീവിതം സംസ്കരിക്കപ്പെടണം. നമ്മൾ ഓരോരുത്തരും അള്ളാഹുമായിട്ടുള്ള ബന്ധം ശരിയാക്കണം. നമ്മൾ ഓരോരുത്തരും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ബന്ധം ശരിയാക്കണം. ദുന്യാവുമായിട്ടുള്ള ബന്ധം ശരിയാക്കണം. നമ്മൾ ദുന്യാവിനോടുള്ള ബന്ധം വരെ ശരിയല്ല. നമ്മൾ പറയും കുട്ടികളെയും മക്കളെയും നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യണമെന്ന്. ബഹുമാനികളെന്ന് കുട്ടികളെയും മക്കളെയും നോക്കാതെ കച്ചവടത്തിന്റെ അടിമകളായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നത് 2 മണിക്ക്, ഉച്ചക്ക് കഴിക്കേണ്ട ഭക്ഷണം 4 മണിക്ക്. എന്റെ തിരക്കേന്നു. ആർക്ക് വേണ്ടി കച്ചവടം ചെയ്യണം? നമ്മൾ പറഞ്ഞത് എന്തിനാണ്? നല്ല ഭക്ഷണം കഴിക്കാനും കുടുംബത്തിന്റെ കൂടെ സമയം കൊടുക്കാനും, നല്ല കുടുംബജീവിതം, ഇതിനു വേണ്ടിയ ഏർപ്പാടുകൾ, ഉദ്യോഗം, കച്ചവടം. പക്ഷെ നമ്മൾ ചെയ്യണത് എന്താണ്? ഒരുത്തം ഭക്ഷണം 4 മണിക്ക് കഴിക്കാൻ പറ്റില്ല, 5 മണിക്ക് കഴിക്കാൻ പറ്റില്ല, ലാസ്റ്റ് അന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഒഴിവാക്കി രാത്രി ഭക്ഷണം കഴിച്ചു. എന്താണ് തിരക്ക്? ഭാര്യ വിളിച്ചു, ഇവിടെ കല്യാണം ഉണ്ട്, നമുക്ക് പോവല്ലേ, നിങ്ങൾ വരി പറഞ്ഞു. ഓട്ടോറിക്ഷ വിളിച്ചു പോയിക്കോ, അല്ലെങ്കിൽ ഡ്രൈവറെ വിളിച്ചു പോയിക്കോ, ഞാൻ ഇവിടെ കച്ചവടത്തിൽ കടയിൽ തിരക്കിലാണ്. ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ബഹുമാനികളെ, ദീനിനും ദുന്യാവിനും ആഖിറത്തുക്കും ദുന്യാവുക്കും ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ ജീവിതം ജീവിക്കാൻ പഠിക്കണം. ദുന്യാവിലൊരു ജീവിതമുണ്ട്, ഒരു റാഹത്തുള്ള ജീവിതം, സന്തോഷമുള്ള ജീവിതം, സമാധാനമുള്ള ജീവിതം. ഇത് ജീവിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. എന്നിട്ടല്ല ആഖിറം. ബഹുമാനികളെ, ദുന്യാവിലെ ജീവിതം സന്തോഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ പഠിക്കണം. ഇന്ന് സന്തോഷമില്ല. ഭാര്യ പ്രശ്നം, ഭർത്താവ് പ്രശ്നം, മക്കള് പ്രശ്നം, കുടുംബം പ്രശ്നം, ആകെ പ്രശ്നമാണ്, അയൽവാസി തമ്മിൽ പ്രശ്നം. എന്താ കാരണം? ദുന്യാവിലെ ജീവിതം നന്നാവാനുള്ള വഴി നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ദീനിന്റെ പരിശ്രമം, ഇന്ന് ലോകം മുഴുവൻ നടക്കുന്ന ഈ ദീനിന്റെ വഴിയിലുള്ള പുറപ്പെടൽ എന്തിനാണ്? ആൾക്കാരെ മുഴുവൻ ദുന്യാവില്ലാതെ നാടും വീടും വിട്ടിട്ട് പറഞ്ഞേക്കാനല്ല, മറിച്ച് നാടും വീടും നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. കച്ചവടം നന്നാക്കാൻ, കുടുംബജീവിതം നന്നാക്കാൻ. കുടുംബജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബത്തിൽ നിന്ന് വിട്ടിക്കാൻ പറഞ്ഞത്. കച്ചവടം നന്നാക്കാൻ വേണ്ടിയിട്ട് കച്ചവടത്തിൽ നിന്ന് വിട്ടിക്കാൻ പറഞ്ഞത്. അൽഹംദുലില്ലാഹ് നമുക്കറിയാം, ആളുകൾ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ട് ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ഒരു കച്ചവടക്കാരനെ കുറിച്ച് നമ്മൾ കേട്ട്, അദ്ദേഹം അള്ളാഹിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ട് തിരിച്ചെന്നപ്പോൾ അയാളെ കടന്റെ മുമ്പിൽ ഒരു നോട്ടീസ്, ഒരു ബോർഡ് വന്ന്, എന്താ ബോർഡ്? വിറ്റ സാധനം തിരിച്ചെടുക്കും. ദീൻ വന്നപ്പോൾ ബഹുമാനികളെ കച്ചവടം നന്നായി, സ്വഭാവം നന്നായി. ഇനി നമുക്കറിയാം ബസ്സിൽ കയറിയാലുള്ള അവസ്ഥ. ബസ്സിൽ കയറിയ ഒരു സ്വസ്ഥതയില്ല മനുഷ്യന്, ആ രീതിയിൽ മോശമായ പെരുമാറ്റമാണ്. അതേസമയം നമ്മൾ ഈ അടുത്തൊരു ബസ്സിൽ കയറി, അതിലൊരു കണ്ടക്ടർ നല്ല താടിയും തൊപ്പിയൊക്കെ വെച്ചിട്ട് നമ്മളെ കണ്ട മൂപ്പര് നമ്മോട് സലാം പറഞ്ഞ് പൈസ വാങ്ങുമ്പോൾ പരിചയപ്പെട്ടു. നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം. എന്താ കാരണം? അയാൾ ആ ബസ്സിൽ നിന്ന് കുറച്ചു നേരം വിട്ടിരുന്ന് അല്ലാന്റെ വഴിയിൽ പുറപ്പെട്ടു. തിരിച്ചയാൾ വന്നത് അതേ ജോലിക്ക് തന്നെയാണ് ബഹുമാനികൾ. ആളെ വിട്ടിട്ട് പോവല്ല ചെയ്തത്, മറിച്ച് എന്താണ്? ഉയർന്ന സിഫാത്തുകളോടുകൂടി, സഹാബാക്കളുടെ ഗുണങ്ങളോടുകൂടി അയാൾ ബസ്സിൽ ക്ലീനറായി, കണ്ടക്ടറായി.
മിഞ്ഞാന്ന് ഞാൻ ഭക്ഷണം കഴിക്കണ കോഫി ഹൗസിൽ കോഴിക്കോട് ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം ഹോട്ടലിലുണ്ടായിരുന്നു. ദീനിന്റെ വഴിയിൽ പുറപ്പെട്ടു സുന്നത്തായ നിലയിൽ ബസ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, ഡോക്ടർമാർ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, കച്ചവടക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ബഹുമാനികളെ, എന്താ കാരണം? അള്ളാഹുവിന്റെ വഴിയിൽ പുറപ്പെട്ട് ജീവിതം നന്നാക്കി. നമ്മളിപ്പോഴും ആലോചിച്ചും സംശയിച്ചിരിക്കുകയാണ്, നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരാളുടെ നമ്മൾ പുറപ്പെടാൻ പറഞ്ഞത് ദീനിന്റെ വഴിയിൽ പുറപ്പെടാൻ പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനികളെ, പുറപ്പെട്ട് ജീവിതം നന്നാക്കാനുള്ള വഴിയാണ് ഇനി എന്താ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കാ പറയാൻ പറ്റും എനിക്ക് നാളെ ഉണ്ടാവുന്നു? എനിക്ക് പറയാൻ പറ്റും കസേരന്ന് എണീക്കാൻ പറ്റും? ഒരു തക്കാളി നമ്മൾ അരക്കിലാൻ തക്കാളി വാങ്ങി വീട്ടിക്ക് നമുക്ക് പറയാം ഫ്രിഡ്ജില്ലെങ്കിൽ ഒരു ദിവസം നിൽക്കും, ഇല്ല നിൽക്കൂലേ? അതേസമയം നമുക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടാ? ഇരിക്കണ കസാലി നീ ചെയ്യും. അടുത്ത് നമ്മളൊരു മരണത്തെക്കുറിച്ച് കേട്ട് ഗൾഫിൽ നിന്ന് ഒരാൾ മരിച്ച് വായിൽ വെച്ച ഭക്ഷണം ആ മയ്യത്ത് കുളിപ്പിച്ച ആൾക്കാരെടുത്ത് ഒഴിവാക്കിയത്. മയ്യത്ത് കുളിപ്പിച്ച ആൾക്കാർ വായിൽ വെച്ച ഭക്ഷണം ഒഴിവാക്കിയത്. നമ്മളെ കുടുംബത്തിലെ ഒരാൾ നോമ്പ് പറഞ്ഞ് വീട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ്ട് വീണ് നിലത്തേക്ക്. ഈ നോമ്പിന്റെ 28ാമത്തെ നോമ്പിന് നമ്മൾ എന്ത് ഗ്യാരണ്ടിയിലാണ് നമ്മളിങ്ങനെ നിൽക്കണം? നാളെ പോവാറുണ്ട്. ബഹുമാനികളെ, ജീവിതം തിരുത്തണം. അള്ളാഹ്ക്ക് നമ്മൾ ഒരിറ്റ് കണ്ണീര് മതി, ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി, ബാക്കി അള്ളാഹ് ഏറ്റെടുത്തു. ബഹുമാനികളെ, വെക്കാൻ നമ്മൾ തയ്യാറാവണം. എന്താ നമ്മൾ പറഞ്ഞത്? പടച്ചോനെ ചൊക്കാണ്ട് ശരിയാക്കി തന്നാൽ പിന്നെ നമുക്ക് പ്രശ്നം, നമ്മൾ എത്രയും കൊടുത്തോളാം. അതല്ല ബഹുമാനികളെ, നമ്മൾ ചെറുപ്പം മുതലേ മറിച്ചെന്ന് കേൾക്കാണ്. നമ്മളൊരു ചാണ് വെച്ചാൽ, നമ്മളൊരു മുഴം വെച്ചാൽ, നമ്മൾ നടന്നെടുത്താൽ അള്ളാഹ് എന്ത് ചെയ്യും? ഓടിയെടുക്കും. അതിന് ആരാദ്യം ചെയ്യേണ്ടത്? ആദ്യം നടക്കാനും ഓടാനും നമ്മൾ തയ്യാറാവണം. ഇന്ന് നമ്മൾ പഠിച്ചോനെ വെച്ച് ശരിച്ച് കച്ചവടം ശരിയാക്കി തന്നാൽ, കടം വീട്ടി തന്നാൽ, കുടുംബ ഏർപ്പാട് റെഡിയാക്കി തന്നാൽ, എനിക്ക് ജോലി റെഡിയാക്കി തന്നാൽ എന്നാ ഞാൻ പുറപ്പെട്ടോളാം. ബഹുമാനികൾ, ആർക്കത് ആവശ്യം? അള്ളാഹ്ക്ക് ആവശ്യം. ബഹുമാനികൾ, അള്ളാഹു സമതാണ്. ഓനക്ക് ആരും ആവശ്യമില്ല. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്. ഓനെപ്പോലെ ആരുമില്ല, ഓനക്ക് ആരും ആവശ്യമില്ല. ബഹുമാനികളെ, ആവശ്യം ഞമ്മക്കാണ്. ഒരു ഉദാഹരണം പറയും. സാധാരണ ഇന്നിപ്പോ നമ്മൾ ദീന്റെ വഴിയിൽ പുറപ്പെടാൻ പറഞ്ഞാൽ കച്ചവടം തിരക്കാണ്, ഒഴിവില്ല, വീട്ടിലാളില്ല. അതേസമയം ഓനക്ക് വേറെ എന്തെങ്കിലും വീടിന്റെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓൻ പോകുന്നുണ്ട്. വീട്ടിലാളില്ലെങ്കിൽ അയൽവാസിനെ കൊടുന്നാക്കണ്, ഏട്ടത്തിനെ കൊടുന്നാക്കണ്, അല്ലെങ്കിൽ അഞ്ചനെ കൊടുന്നാക്കണ്, അവന്റെ ഫാമിലിനെ കൊടുന്നാക്കണ്. എല്ലാ തെർത്തിയും അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെടാൻ പറഞ്ഞാൽ ഒരു ഒഴിവില്ല. കയ്യൂറിഞ്ഞാൽ ബഹുമാനികളെ 40 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കും. ആ 40 ദിവസം കഴിഞ്ഞിട്ട് അവനോട് 3 ദിവസം പോട്ടെ, 40 ദിവസം കിടന്നിട്ട് ഒന്നുമില്ല, ഇനി പോയി 3 ദിവസം പോയി ജോലിക്ക് കയറിയിട്ടാണെന്ന് അറിയും. ബഹുമാനികൾ, നമുക്ക് കാര്യം മനസ്സിലാകണില്ല. എല്ലാ ഏർപ്പാടും നമുക്ക് വരുന്ന മുഴുവൻ മുസീബത്തുകളും ഹാലാത്തുകളും ശരിയാക്കി തീർക്കാൻ അള്ളാന്റെ വഴിയിൽ പുറപ്പെടുന്നത്. കാരണം എല്ലാം വരുന്നത് വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഖൈറും ഷർറും അള്ളാന്റെ അടുത്ത് നിന്നാണ്. ഷർറ് നന്നാക്കാനുള്ള വഴി എന്താണ്? അള്ളാഹുവിലേക്ക് തിരിയലാണ്. നമുക്കൊരു മുസീബത്ത് വന്നു, ഇത് നന്നാക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ട? അടുത്ത മുസീബത്ത് പോയി ചാടുക. ഇത് നന്നാക്കാനുള്ള വഴി മുസീബത്ത് തന്ന അള്ളാഹുവിലേക്ക് തിരി. 2 റക്അത്ത് നിസ്കരിക്കുക, അള്ളാഹിനോട് പറയും, അള്ളാഹ് മാർഗം കാണിച്ചു തരും. ബഹുമാനികളെ, ഇല്ലെങ്കിൽ നമ്മൾ അള്ളാഹിനെ നിഷേധിക്കണം. കാരണം അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാ, വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ ക്ഷമിച്ച് നിസ്കരിച്ച് എന്നോട് ചോദിച്ചോളി എന്ന് അള്ളാഹ് പറയും. നമ്മൾ പറയും എന്താണ്? ഉസ്താദ് നിങ്ങൾ ഓറ്റിക്കോളി. വഇന്നഹാ ലകബീറ ഇല്ലാ അലൽ ഖാശീൻ. തഖ്വ ഇല്ലാത്ത ഖുശൂ ഇല്ലാത്ത അത് അപകടം അല്ലെന്ന ബുദ്ധിമുട്ടാണ് അല്ലെന്ന് പറയുന്നുണ്ട്. ഒരു മോലിയൊരു ഉദാഹരണം പറഞ്ഞു. ഒരു മോലിയുടെ അടുത്ത് ഒരാൾ എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് കുറച്ച് പൈസന്റെ അത്യാവശ്യം ഉണ്ടെന്ന്. അവിടെ എന്താ ചെയ്യും? ഉസ്താദ് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹ് എന്തെങ്കിലും വഴി കാണിച്ചു. അപ്പോൾ പറഞ്ഞു, ഉസ്താദ് നിങ്ങളൊരു കാര്യം, നിങ്ങളും ദ്വാരക്ക് ഞാൻ കുറച്ച് പണ്ടുണ്ടായിട്ട് പോയിട്ട് വരാണ്. ബഹുമാനികൾ, അള്ളാഹിനോട് ചോദിക്കാൻ പോലും നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നമ്മളെ ജീവിതം നന്നാക്കാനാണ് അള്ളാഹിന്റെ വഴിയിൽ പുറപ്പെടാൻ പോകുന്നത്. ബുദ്ധിമാന്മാർ ആരാണ്? ആദ്യ സമയം ഉപയോഗപ്പെടുത്തുന്നവരാണ്. ഒരു ഓഫർ വന്ന ഒരാൾ വന്നിട്ട് പറയുന്നത്, അവിടെ നല്ല ഓഫർ അടക്കേണ്ടി കിട്ടാം, ഇപ്പൊ പോയവർക്ക് കിട്ടില്ല, മീൻ വിലർച്ച് വെക്കുന്നുണ്ട്, നല്ല മീനാണ് സീസൺ, മറ്റേ വിലർച്ച് വെക്കുന്നുണ്ട്, ഇവിടെ ആരെങ്കിലും ഉണ്ടാവുക? വേഗം ഓടും. നമ്മൾ പോയി എന്ത് ചെയ്യും? വേഗം വാങ്ങും. അവിടെ ആളെന്ന് അറിയും. ബഹുമാനികൾ, എന്താ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ട് ജീവിതം നന്നാക്കാനുള്ള ഒരു വഴി അള്ളാഹ് തന്നിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തത്? നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഈമാൻ അമൽ സ്വാലിഹാത്ത് നന്നാക്കേണ്ട വഴി നമുക്ക് മനസ്സിലായിട്ടില്ല. ഒരു കാറ് നന്നാക്കാൻ നമ്മൾ പണിയെടുക്കുന്നുണ്ട്, അതേമാതിരി വര വീണ നമുക്ക് സങ്കടം വരുന്നുണ്ട്. നിസ്കാരത്തിൽ തഖ്വ ഇല്ലാത്തതിന്റെ പേരിൽ, ഖുശൂ ഇല്ലാത്തതിന്റെ പേരിൽ നമുക്കൊരു ഭയവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. 500ന്റെ നോട്ടന്മാർ വര വീണാലേ ഒന്ന് പൊട്ടിയാൽ ഞാനൊരു 50 ഉറുപ്പ്യ ദിവസങ്ങളായിട്ട് കൊണ്ടു നടക്കുകയാണ്, പോക്കറ്റിൽ ആള് നിന്നതിന്റെ ബാക്കിയാണ്, ഇതിപ്പോഴും ഇനി മാറ്റാൻ പറ്റുമോ വെച്ചിട്ട് നടക്കുകയാണ്. 50 ഉറുപ്പ്യന്റെ പേരിൽ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ ബഹുമാനികളെ, നമ്മളെ നിസ്കാരം നന്നാക്കാൻ വേണ്ടി നമ്മൾ എത്ര പണിയെടുത്തു, നമ്മൾ അമലുകൾ നന്നാക്കാൻ വേണ്ടി എത്ര. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറയും, ഇൻഷാ അല്ലാഹ് ആദ്യ സമയം